സതീശൻ. മഹാഭാരത കഥ ചുരുക്കത്തിൽ. ദുഷ്യന്തനും ഭരതനും. പണ്ട് വിശ്വാമിത്രൻ എന്നൊരു മഹർഷി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാനായി ദേവലോകം അടക്കി വാഴുന്ന ദേവേന്ദ്രൻ മേനക എന്നൊരു അപ്സര സ്ത്രീയെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ഭൂമിയിലെത്തിയ മേനകയും വിശ്വാമിത്ര മഹർഷി അനുരാഗത്തിലാവുകയും വിശ്വാമിത്ര മഹർഷിക്കും മേനകക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ പ്രസവിച്ച ഉടനെ തന്നെ മേനക ആ പെൺകുഞ്ഞിനെ ഒരു കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. കാട്ടിലകപ്പെട്ട ആ പൈതലിനെ ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ വളർത്തി. ഒരു ദിവസം ആ കാട്ടിലൂടെ ആ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന കണ്ണു മഹർഷി ആ കുട്ടിയെ കാട്ടിൽ കാണുകയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. ശകുന്തങ്ങൾ അതായത് പക്ഷികളാൽ വളർത്തപ്പെട്ടവളായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ശകുന്തള എന്ന പേര് നൽകി. അങ്ങനെ ആ പെൺകുട്ടി വെളുത്ത പക്ഷത്തിലെ ചന്ദ്രക്കല പോലെ കണ്ണാശ്രമത്തിൽ വളർന്നു വന്നു. രൂപത്തിനും സ്വഭാവ ഗുണത്തിലും ശകുന്തളയെ തോൽപ്പിക്കാൻ ഭൂമിയിൽ മറ്റൊരു കന്യകമാരുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഹസ്തിനപുരം വാണിരുന്ന ദുഷ്യന്തൻ എന്ന മഹാരാജാവ് വേട്ടയ്ക്ക് കണ്ണാശ്രമത്തിനടുത്തുള്ള ആ കൊടുങ്കാട്ടിലേക്ക് എത്തിച്ചേർന്നു. പന്നികൾ, പുലികൾ, സിംഹങ്ങൾ മുതലായ കാട്ടുമൃഗങ്ങളെ കൊന്നൊടുക്കി. ഒടുവിൽ ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞ ദുഷ്യന്തൻ ആ വൻകാട്ടിലൂടെ നടന്ന് എത്തിച്ചേർന്നത് കണ്ണാശ്രമത്തിൻ്റെ വാതിൽക്കലായിരുന്നു. കണ്ണാശ്രമത്തിൽ പൂത്തു തളിർത്തു നിൽക്കുന്ന മരങ്ങളും ചെടികളും അതിലെ പൂക്കളിൽ നിന്നുള്ള തെളിനീർ തെളിച്ച് ദുഷ്യന്തനെ വരവേറ്റു. നറുമണം വഹിച്ചു കൊണ്ടുള്ള ഇളം തെന്നൽ തെരുതെരെ വീശിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷീണം അകറ്റി. കിളികളാകട്ടെ മധുരമായ ഗാനങ്ങൾ പാടി അദ്ദേഹത്തിൻ്റെ ചെവികളിൽ മധുരധാര ചൊരിഞ്ഞു. മൃഗങ്ങളാകട്ടെ ജാതി വൈര്യം വെടിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ കളിക്കുകയും ചുറ്റിത്തിരികുകയും ചെയ്യുന്നത് കണ്ട് ദുഷ്യന്തന് അളവറ്റ സന്തോഷവും അത്ഭുതവും തോന്നി. ദുഷ്യന്തൻ മെല്ലെ കണ്ണാശ്രമത്തിലേക്ക് ചെന്ന് വാതിൽ തട്ടി ചോദിച്ചു, ഇവിടെ ആരുമില്ലേ എന്ന്. അപ്പോൾ അതിസുന്ദരിയായ സുശീലയായ കോമളയായ ശകുന്തള വാതിൽ തുറന്നു ദുഷ്യന്ത മഹാരാജാവിനെ കണ്ട് സന്തോഷത്തോടെ മധുരമായ സ്വരത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അകത്തേക്ക് ആനയിച്ചിരുത്തി. കുറച്ചു നേരത്തെ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ശകുന്തള മഹാരാജാവിന് പഴങ്ങളും നറുതേനുകളും നൽകി. അങ്ങനെ ദുഷ്യന്ത മഹാരാജാവിൻ്റെ വിശപ്പും ദാഹവും തീർന്നപ്പോൾ അദ്ദേഹം ശകുന്തളയുടെ വിവരങ്ങൾ ആരാഞ്ഞു. കുറച്ചു നേരത്തെ സംസാരങ്ങൾക്കൊടുവിൽ ദുഷ്യന്തനും ശകുന്തളയും അനുരാഗത്തിലാവുകയും ഗാന്ധർവ വിധിപ്രകാരം ദുഷ്യന്തൻ അവളെ വിവാഹം ചെയ്യുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കണ്ണാശ്രമത്തിൽ ജീവിച്ച ദുഷ്യന്തൻ ശകുന്തളയോട് ഇപ്രകാരം പറഞ്ഞു, ദേവിയുടെ വളർത്തച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ചതുരംഗ പടയോടും കൂടി തിരിച്ചു വന്ന് കണ്ണു മഹർഷിയുടെ അനുഗ്രഹത്തോടും കൂടി നമുക്ക് രണ്ടുപേർക്കും ഹസ്തിനപുരത്തിലേക്ക് പോകാം. അങ്ങനെ ദുഷ്യന്തൻ ശകുന്തളയെ കണ്ണാശ്രമത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ഹസ്തിനപുരത്തിലേക്ക് യാത്രയായി. മഹാഭാരതത്തിൻ്റെ കഥ ചുരുക്കത്തിൽ അടുത്ത വീഡിയോയിൽ. നമസ്തേ.